അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ വിഷമകരമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒരു സഹോദരൻ, പേര് പറയാൻ കഴിയില്ല, അതിനുള്ള കാരണം എന്താണെന്ന് എൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെയേറെ കാലം പ്രവാസ ജീവിതം നയിക്കുകയും ഒരുപാട് പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ തുണയാവുകയും ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുകയും ഒരുപാട് മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി താങ്ങാകുകയും ചെയ്ത ഒരു സഹോദരൻ. ആ സഹോദരൻ താൽക്കാലികമായി പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ വിദേശത്ത് തന്നെ എവിടെയെങ്കിലും ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചത്. നാട്ടിലെത്തിയതിനു ശേഷം വിദേശത്തും സ്വദേശത്തുമായി ഒരുപാടിടങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം അപേക്ഷകൾ നൽകുകയുണ്ടായി. ഒന്നും ശരിയായില്ല. അവസാനം മീൻ കച്ചവടം ഉപജീവന മാർഗമാക്കേണ്ടി വന്നു. അതിലൂടെ കാര്യമായ ഒരു മെച്ചവും ലഭിക്കാതെ, പലപ്പോഴും ഒരു രൂപയുടെ കച്ചവടം പോലും സാധിക്കാതെ സാമ്പത്തികമായി വളരെയേറെ പ്രയാസത്തിലാണ്. ഇപ്പോൾ നോമ്പ് തുറയുടെ കാര്യം പോലും നടക്കുന്നത് നോമ്പ് തുറക്ക് വേണ്ടി പള്ളികളിൽ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ടാണ്. അദ്ദേഹവും കുടുംബവും നോമ്പ് തുറക്കുന്നത്. അതിലേറെ സങ്കടം മറ്റെന്താണുള്ളത്? ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഈ ചാനലിലൂടെ അറിയിച്ചപ്പോൾ സഹായിച്ചിട്ടുള്ള ഒരുപാട് സ്നേഹമനസ്കരായ ആളുകളുണ്ട്. വളരെയേറെ സങ്കടത്തോടുകൂടി ആ വിഷമം തീർത്തു കൊടുക്കാൻ ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങൾ വലിയതാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോട് പറയട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പരിശുദ്ധമായ റമദാനിൽ 15 ദിവസം നോമ്പ് തുറക്കാനും അത് കഴിഞ്ഞ് പെരുന്നാൾ നാമൊക്കെ ആഘോഷിക്കുമ്പോൾ ആ കുടുംബത്തിന് നമ്മോടൊപ്പം ആഘോഷിക്കാൻ കഴിയണം. അതിനു വേണ്ട സഹായം നമ്മളൊക്കെ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഈ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുത്ത് ആ സഹോദരന് ആശ്വാസമാകണം. അങ്ങനെ ആശ്വസിപ്പിച്ചാൽ നാളെ നമുക്ക് ആഖിറത്തിൽ അത് വലിയൊരാശ്വാസമാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരൊക്കെ ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ടോ അവർക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന സ്വതക്കകളും പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ ഖബറുകളിലേക്ക് അതിന്റെ മിസ്ല സവാബ് നമുക്ക് കുറയാത്ത നിലക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ നഗ്നപാതരായി വസ്ത്രങ്ങളില്ലാതെ നഗ്നരായി നിൽക്കുമ്പോൾ ഒരു ചാൺ അകലെയായി സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന നേരത്ത് നാം ഈ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും സ്വതക്കയും നമുക്ക് പരിചയായി തണലായി അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.